സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കിച്ചണിലെ നമുക്കെല്ലാവർക്കും ചില സാധനങ്ങളോടൊരു പ്രത്യേക മമത തോന്നില്ലേ? പ്രത്യേകിച്ച് നമ്മൾ അടുക്കളയിൽ പെരുമാറുന്ന പെണ്ണുങ്ങൾക്കുണ്ടല്ലോ, ഇങ്ങനെയുള്ള ചില സാധനങ്ങളോടൊക്കെ ഭയങ്കര ഒരു ഇഷ്ടം തോന്നും. അതുപോലെ എനിക്കിഷ്ടം തോന്നിയൊരു സാധനമുണ്ട് ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്യാൻ പോണത്. ഇത് ഞാൻ മേടിച്ചേക്കണത് റോഷ് കുക്ക് വെയർസിൽ നിന്നാണ്. ഇതിൻ്റെ പാക്കിങ് സമ്മതിച്ചു കൊടുക്കാതെ ഒരു രക്ഷയില്ല കേട്ടോ. കാരണം എത്രയോ കഷ്ടപ്പെട്ടിട്ടാന്ന് പറയുമ്പോൾ ഞാനിതൊന്ന് തുറന്നെടുത്തത്. ഇങ്ങനെ തുറന്നെടുക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ, ഇത് പേപ്പർ കട്ട് ചെയ്തിട്ടേക്കണതാണ്. ഇത് താഴെ മുകളിലും സൈഡിലും എല്ലാം നിറച്ചുണ്ട്. അതായത് ഒരു കച്ചട ബാഗ് നിറച്ച് വാരാനായിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇങ്ങനെയാണ് ഇവരുടെ പാക്കിങ് ഉണ്ടല്ലോ. ഈ പാക്കിങ് പ്രകാരം നമുക്ക് കോഴിമുട്ട വരെ കൊണ്ടിരിപ്പിക്കാനായിട്ട് പറ്റും. അങ്ങനെ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപത്തിൽ ഈ പരുവം വരെ എത്തി നിർത്തിച്ചു. ഇതും കൊണ്ടൊന്നും ആയിട്ടില്ല, ഇനിയും കിടക്കാണ്, ഇഷ്ടംപോലെ അഴിക്കാൻ ലെയറുകൾ കിടക്കാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ബോക്സും അവരെ കട്ട് ചെയ്തിട്ടേക്കുന്ന പേപ്പർ ഞാൻ മാറ്റി വെച്ചു കേട്ടോ. ഇവരുടെ പാക്കിങ് ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ടേ ഞാൻ കത്തിയും കത്രികയും അത്യാവശ്യ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. പെട്ടെന്നൊന്നും മുറിഞ്ഞു തരില്ല, കീഴടങ്ങില്ല എന്നാണ് പുള്ളി പറയണത്. ബബിൾ റാപ്പ് ഇട്ടതിന് ശേഷം വീണ്ടും എന്തൊക്കെയോ കട്ടിയുള്ള പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് അതിൻ്റെ മീതെ എത്രയോ ലെയറിൽ അവർ ഇങ്ങനെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തേക്കാണ്. ഒരു ജാതി വീതിയുള്ള ആ സെല്ലോ ടേപ്പ് തന്നെ ഒരു 3-4 ലെയർ ഇവർ ചിറ്റിയാണ് കൊടുത്തു വിട്ടേക്കണത്. അതുകൊണ്ട് ഇത് ഒരിക്കലും ഒരു സ്ഥലത്ത് വീഴോ ഒടിയോ പൊട്ടയോ ഒന്നുമില്ല. അത് ഫുൾ ഗ്യാരണ്ടിയാണ് കമ്പനിയുടെ. അവസാനം നമ്മുടെ കഥാനായകൻ പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. ഒരുവിധപ്പെട്ട എല്ലാവർക്കും തന്നെ എനിക്കിത് മനസ്സിലായിട്ടുണ്ടാവും. ഇത് കണ്ടോ, ഇടിയൻ. ഈ ഇടിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ മാർബിളിൻ്റെ ഉണ്ട്, ഇതുപോലത്തെ സ്റ്റോണിൻ്റെ ഉണ്ട്. പക്ഷേ അതെല്ലാം റൗണ്ട് ഷേപ്പിലുള്ളതാണ്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് മേടിച്ചത്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ കൈ ഇങ്ങനെ വെക്കുമ്പോൾ കണ്ടോ, പിന്നെയും ബാക്കി സ്ഥലം കിടക്കുകയാണ്. എൻ്റെ കൈ ചെറുതാണ്, നീളം കുറഞ്ഞ കൈയാണ്, എന്നാൽ പോലും നമുക്ക് നല്ല സ്ഥലമുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടോ, അതുമൊക്കെ നല്ല സ്മൂത്തായിട്ടാണ് ആക്കിയേക്കുന്നത്. നമ്മൾ ശരിക്കും സീസണിങ്, അവിടെ ചെറിയൊരു കുഴിയുണ്ട്, കുഴപ്പമില്ല. സീസണിങ് ഏതാണ്ടൊക്കെ ചെയ്തിട്ട് തന്നെയാണ് അവർ വിട്ടേക്കണത്. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് തേച്ച് കഴുകി നമുക്കും കൂടിയിട്ട് ഒന്ന് സീസണിങ് ചെയ്യാം. ഇതിൻ്റെ 2 സൈഡിലായിട്ട് അവർ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിക്കുമ്പോൾ അത് തെന്നി പോകുന്നില്ല. ഇതങ്ങനെ വലിയ വെയിറ്റില്ല കേട്ടോ, എല്ലാം കൂടെ കൂടിയിട്ട് 2.5 കിലോ ഉള്ളൂ. അയ്യോ, ഇതിൻ്റെ കൂടെ ഒരു കൂട്ടുകാരിനെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി നമുക്ക് ഓപ്പൺ ചെയ്യണ്ടേ. അതും ഇതുപോലെ തന്നെയൊക്കെയാണ് കേട്ടോ പാക്കിങ്. കാരണം അതൊക്കെ പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് ഉള്ളതല്ലേ. എന്തായാലും ഞാൻ അതിൻ്റെ ഒരു സൈഡ് മാത്രം അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞപ്പോഴേക്കും എനിക്ക് ഈ സാധനം ഇതിങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും അതിൻ്റെ അകത്തുനിന്ന്. അപ്പോഴും പാക്ക് അപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ നല്ല സ്മൂത്തായിട്ട് തന്നെ അവർ ചെയ്ത് വിട്ടേക്കണത്. നമുക്ക് കാര്യമായിട്ട് സീസണിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും നമുക്ക് ചെയ്യണം കേട്ടോ. നാട്ടിൽ നമ്മുടെ കാരണവന്മാർ പറയണ പോലെ അമ്മിക്കല്ലും പിള്ളക്കല്ലും ഒക്കെ അങ്ങനെ കൂട്ടുകൂടി അവിടെ ഇരുന്നോട്ടെ. നമുക്കിഞ്ഞിത് പെട്ടെന്ന് സീസണിങ്ങിലേക്ക് കിടക്കാം. ഏതൊരു പുതിയ സാധനവും നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോണ്ടല്ലോ, നമ്മളൊന്ന് ദൈവമേന്ന് ഓർത്ത് പ്രാർത്ഥിച്ചിട്ട് വേണം കേട്ടോ നമ്മുടെ വീടുകളിലേക്ക് കയറ്റാനായിട്ട്. ഇവിടെ സീസണിങ്ങിന് വേണ്ടിയിട്ടേ ഞാൻ അരി എടുത്തിട്ടുണ്ട്. ഒന്ന് ഡ്രൈ ആയിട്ടുള്ളതും പിന്നെ ആ സെയിം അരി തന്നെ കുറച്ച് നേരം ഒരു 1/2-3/4 മണിക്കൂർ ഒന്ന് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തതും കൂടിയിട്ടാണ് എടുത്തേക്കണത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഡ്രൈ ആയിട്ടുള്ള അരി അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് ഒരു വാളനെ ഞാൻ എടുത്തിട്ടുള്ളൂ, ഒരു പിടി എന്നൊക്കെ പറയണം. എന്നിട്ട് നമ്മുടെ ഈ കല്ലിൻ്റെ അകത്തേക്ക് ഇട്ടേച്ചും ഈ പിള്ളക്കല്ല് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചതയ്ക്കുകയോ അരയ്ക്കുകയോ ഒന്നങ്ങ് ഉരച്ച് സ്മൂത്താക്കുക. അപ്പോൾ ഈ കല്ല് നല്ല സോഫ്റ്റ് ആവുകയും എന്തെങ്കിലുമൊക്കെ റഫ്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കങ്ങ് സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ ഇത് കുറേ നേരം നമ്മളിങ്ങനെ ഇട്ട് ചതച്ച് ഈ കല്ലിൻ്റെ എല്ലാ വശത്തും നമ്മളുടെ ഇടിയൊക്കെ കൊള്ളണം കേട്ടോ. പൊടിച്ച് അവസാനം നല്ല പൊടിയായിട്ട് വരുമ്പോൾ നമുക്ക് ഈ പൊടി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ സ്ഥലത്തും എത്തിച്ചിട്ട് ഇങ്ങനെ കറക്കി പൊടിച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ആദ്യം ഇട്ടിരുന്ന അരിയൊക്കെ ഒരുവിധം തരക്കേടില്ലാണ്ടൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് നമ്മളെല്ലാ വശത്തൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമുക്കങ്ങ് കളയാം. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ കുതിർത്തി വെച്ചേക്കണം അരി ഇട്ട് കൊടുക്കുക. അതും ഇതുപോലെ നല്ലപോലെ ഉരച്ച് അമ്മിക്കല്ലിൻ്റെ എല്ലാ ഭാഗത്തും ഇട്ട് അരച്ച് നമുക്ക് നല്ലപോലെ ഒരു പേസ്റ്റ് പോലെ ആക്കി പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം. ഇപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രൂപത്തിലെല്ലാം നല്ലപോലെ ഇതിനൊന്ന് അരച്ചു. ഞാനിത് കംപ്ലീറ്റ് മേലേക്കൊന്ന് തേച്ച് കൊടുക്കുകയാണ്. അമ്മിക്കല്ലിലേക്കും ഇടിയൻ കല്ലിലേക്കും അതുപോലെ തന്നെ പിള്ളക്കല്ലിലേക്കും ഒക്കെ തേച്ച് നന്നായിട്ടങ്ങ് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ കൈ വെച്ച് നല്ലപോലെ ഒന്നങ്ങ് ഇതങ്ങ് റബ്ബ് ചെയ്ത് കൊടുക്കണം. അത് കഴിയുമ്പോൾ നമുക്കിതിനൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ നോക്കിയേ, 2 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വാഷ് ചെയ്തെടുത്തപ്പോഴേക്കും ആളുടെ കളർ മാറി. വെള്ളം ചെന്നപ്പോൾ തന്നെ കളറിന് വ്യത്യാസമായി. നല്ല കൈ കൊണ്ട് തൊടുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല അത്യാവശ്യത്തിന് റഫ്നെസ് ഉണ്ട്, എന്നാൽ സ്മൂത്തുമാണ്. നല്ല ഭംഗിയായിട്ടുണ്ട്. 2 പേരും കുളിച്ച് കുട്ടപ്പനായി. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച്
ഓയിൽ, ഞാനിച്ചിരി കോക്കനട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ആ ഓയിൽ ഇതിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ അങ്ങോട്ട് പരട്ടുക. എന്നുവെച്ചാൽ താഴെയൊന്നും വേണ്ട കേട്ടോ, നമ്മൾ ഉപയോഗിക്കുന്ന ആ സ്ഥലത്ത് മാത്രമേ ഞാൻ ചെയ്യണുള്ളൂ, ആ സൈഡിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇച്ചിരി ചുമന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകോ വേപ്പിലോ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചതയ്ക്കുമ്പോൾ തന്നെ നല്ല ഗ്രിപ്പാട്ടോ, ഇതിന് നല്ല ഗ്രിപ്പുണ്ട്. നമ്മൾ തൊടുമ്പോൾ പതുക്കെ ഞാനത് വളരെ സോഫ്റ്റ് ടച്ചാണ് കൊടുക്കുന്നത്, എന്നിട്ട് പോലും ഇത് വേഗം പൊടിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിനെ. അത് കഴിഞ്ഞത് നല്ലപോലെ അങ്ങ് ഇതിൻ്റെ അകത്തോട്ട് കുത്തി ചതച്ച് എല്ലാ കല്ലിൻ്റെ എല്ലാ വശത്തേക്കും കൂടി ഒന്നങ്ങളാക്കി കഴിഞ്ഞുമ്പോൾ ഇതിനെ നമുക്ക് വാഷ് ചെയ്ത് കളയാം. അതൊക്കെ നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്തു കഴുകിക്കളഞ്ഞു. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, ഇച്ചിരി വാളംപുളി, അത്യാവശ്യത്തിനുള്ള ചുമന്നുള്ളി, ഇച്ചിരി ഉപ്പ്, ഇതൊക്കെ ഇങ്ങനെ ചേർത്തിട്ട് നല്ലപോലെ ഒന്നങ്ങ് ചതച്ചെടുക്കുകയാണ്. എനിക്ക് ചതയ്ക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ, കാരണം ഇത് വളരെ പെട്ടെന്ന് അങ്ങ് ചതഞ്ഞ് കിട്ടുന്നുണ്ട്, അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ എനിക്ക്. എന്നിട്ട് അതിന് ശേഷം ഇത് നല്ലപോലെ അങ്ങ് ചതച്ച് കഴിഞ്ഞുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാൻ ഇച്ചിരി ചെമ്മീൻ വറുത്തതങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ചെമ്മീനും ഈ നമ്മൾ ചതച്ച് വെച്ചെങ്കിൽ ഇതും കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യുക. ഇങ്ങനെയൊക്കെ മിക്സ് ചെയ്യാൻ ഇതിൻ്റെ അകത്ത് നല്ലപോലെ നമുക്ക് സ്പേസ് ഉണ്ട്. മറ്റേ കുഴി ഉള്ളതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ചതയ്ക്കാനും എടുക്കാനൊന്നും പറ്റില്ല. ഇത് നമുക്ക് നല്ല സുന്ദരമായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മിക്സിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ചെമ്മീൻ ചമ്മന്തി ഇതാ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് നാടൻ വെളിച്ചെണ്ണ ഇച്ചിരി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്യാം. ഇപ്പോൾ ആർക്കൊക്കെ കൊതിയാവണുണ്ട്. ഈ ചെമ്മീൻ ചമ്മന്തി അങ്ങ് കോരി മാറ്റിയിട്ടേ അതിൻ്റെ അകത്തേക്ക് ഇച്ചിരി ചൂടൻ ചോറ് ഇട്ടേച്ച് നന്നായിട്ട് അങ്ങ് ഉരുട്ടിയെടുത്ത് 2 ഉരുളയും കഴിച്ചു നോക്കിയാൽ എന്ത് രുചിയായിരിക്കും എന്നറിയാമോ. അപ്പോൾ ഇടിയങ്കല്ലിൻ്റെ സീസണിങ്ങും കഴിഞ്ഞു. ആ കൂട്ടത്തിൽ നമുക്ക് ഒരു ചെമ്മീൻ ചമ്മന്തിയും കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. എല്ലാവരും ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, സപ്പോർട്ട് ചെയ്യുകയൊക്കെ വേണം കേട്ടോ. എല്ലാവർക്കും ദൈവം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആയിട്ടുള്ള നല്ല ജീവിതം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം സാലീസ് പ്ലേറ്റ്.